ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിൽ നമുക്ക് വചനവുമായിട്ട് ഒത്തൊരുമിച്ച് ചിന്തിക്കുവാനുള്ള അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ച ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം തിരുവനന്തപുരത്തിൻ്റെ ഏടുകളിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഹൗ ഡു ഗോഡ് നോ? ദൈവം എങ്ങനെ അറിയുന്നു എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇന്ന് നമ്മുടെ ചിന്ത ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ആമുഖമായി ഇയ്യോബിൻ്റെ പ്രവചനം, ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇയ്യോബ് 22:13. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ? കുരുവൊക്കെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം എങ്ങനെ അറിയുന്നു എന്ന ചിന്തയോട് ജീവിക്കുന്ന അനേക മനുഷ്യരുടെയിൽ അടികളുമായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് അടികളെ അവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടിങ്ങൾക്ക് അല്പസമയം ഞങ്ങളുടെ ചിന്തയെ കേന്ദ്രീകരിക്കുവാൻ അവിടെ ഇടയാക്കിയ സ്തോത്രം. സംസാരിക്കുന്ന അടിയനെയും കൽപ്പിക്കാരായ അവിടുത്തെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. മാനവ മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിനകത്ത് അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹൗ ഡു ഗോഡ് നോ? ദൈവം എങ്ങനെ അറിയുന്നു? സാധാരണ മനുഷ്യവർഗം പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കും എന്ന് ആണ്. എല്ലാവരെയും അറിയാതെ, ആരും അറിയാതെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അത് ഏത് കുൽസിത മാർഗമായാലും അല്ലെങ്കിൽ ഏത് അരുതാത്ത പ്രവൃത്തികളായാലും അത് മറ്റുള്ളവരെ അറിയാതെ, മറ്റുള്ളവരെ അറിയിക്കാതെ ചെയ്യാൻ സാധിക്കും. ശരിയാണ്, പലരെയും നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കും. പലരും കാണാതെ പലതും ചെയ്യാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കൾക്കും അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളെ അറിയാതെയും ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാതെയും ഭർത്താവിന് ഭാര്യ അറിയാതെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നാം ചിന്തിക്കുന്നു. അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ധാരാളം പേര് നമുക്ക് അറിയുകയും കാണുകയും ചെയ്യാം. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്നത് ദൈവം എങ്ങനെ അറിയുന്നു? മനുഷ്യരെ ഒരുപക്ഷെ നമുക്ക് കബളിപ്പിക്കുവാൻ സാധിച്ചേക്കാം. മനുഷ്യർ കാണാതെ, മനുഷ്യർ അറിയാതെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉയർന്ന നിലയിലുള്ളവരോ താഴ്ന്ന നിലയിലുള്ളവരോ എന്നുള്ള വ്യത്യാസം കൂടാതെ ആർക്കും പലപ്പോഴും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇരുട്ടിന് മറവിൽ മനുഷ്യവർഗം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ വെളിച്ചത്ത് വരും എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. ധാരാളം പേരും അതുപോലെ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം, ആ വിധത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാറുണ്ട്. എന്നാൽ തിരുവനന്തപുരം നമ്മൾ ചോദിക്കുന്നത്, എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിട്ടിൽ അവൻ ന്യായം വിധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഇയ്യോബിന് അവിടെ തൻ്റെ സ്നേഹിതനെന്ന എലീഫസ് അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതോട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം നമ്മൾ പറയുന്നത്. 13-14 വാക്യങ്ങളാണ് അത് പ്രത്യേകം. ഇയ്യോബിന് എലീഫസ് വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭൂമിയിലെ അവസ്ഥകളെക്കുറിച്ചുള്ള ദൈവിക കരുതലിൻ്റെ സാധ്യത നിഷേധിക്കാതെ ഇയ്യോബിന് തൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നത് എലീഫസ് കണ്ടില്ല. അപ്പോൾ ഇയ്യോബിനത് കഴിയും എന്നുള്ള കാര്യം എലീഫസ് കാണുന്നില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് ഇപ്രകാരം എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അവൻ്റെ ദൃഷ്ടി എല്ലായിടത്തുമുണ്ട് എന്നുള്ളത് അവൻ മറന്നുപോകുന്നു. നാം 10-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തക്കാരൻ നമ്മോട് പറയുന്നത്, 10-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം മറന്നിരിക്കുന്നു, അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. ഇപ്പം ദുഷ്ടന്മാർ തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് ദൈവം മറഞ്ഞിരിക്കുന്നു, അതുപോലെ ദൈവം മറന്നുപോയിരിക്കുന്നു, അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നു. ദൈവം അറിയാതെ, ഒരുപക്ഷെ മനുഷ്യരറിയാതെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ദൈവം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും 73-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവിടെ 11-ാമത്തെ വാക്യം, 73-ാം സങ്കീർത്തനം 11-ാം വാക്യം നമ്മോട് പറയുന്നത്, ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇവിടെയും ദുഷ്ടന്മാരാണ് പറയുന്നത്, ദൈവം എങ്ങനെ അറിയുന്നു? ദൈവം എങ്ങനെ അറിയാനാണ്? അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം ഓർക്കണം. 94-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോഴും ഇത് തന്നെ കുറേ കൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയെന്ന് കാണാൻ സാധിക്കും. അവർ ശകാരിച്ച് ധാർഢ്യം സംസാരിക്കുന്നു,
നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വൻപ് പറയുന്നു എന്ന് അവിടെ നാം കാണുന്നു. 7-ാമത്തെ വാക്യം പറയുമ്പോൾ യഹോവ കാണുകയില്ല എന്നും യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്നും അവർ പറയുന്നു. ദുഷ്ടന്മാർ ചിന്തിക്കുന്ന യഹോവ കാണുകയില്ലെന്നും അതുപോലെ യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ ദൈവം ഇതൊന്നും അറിയുന്നില്ല, ദൈവത്തെ മറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്താഗതി മനുഷ്യവർഗത്തിനിടയിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവർക്ക് മനുഷ്യരെ ശങ്കയോ ദൈവത്തെ ഭയമോ ഇല്ലാത്ത ഒരു കൂട്ടം. അവർക്കൊരു കാലത്തും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനോ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനോ ദൈവവചനത്തിൽ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ ഇപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാവ് 29-ൽ 15-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. അപ്പോൾ യഹോവ എങ്ങനെ അറിയാനാണ്? അവനൊന്നും കാണുന്നില്ല, അവനൊന്നും അറിയുന്നില്ല, അവന് ഒന്നും ഗ്രഹിക്കാൻ സാധ്യവുമല്ല. ഞങ്ങളിതെല്ലാം മറവിലാണ് ചെയ്യുന്നതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരെ തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. ഇരുട്ടിൻ്റെ മറ പിടിച്ചുകൊണ്ട് ധാരാളം പേര് ഇന്ന് തെറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, അറിയാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്, അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുണ്ട്, അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനകളൊക്കെ നടത്തുകയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും പിന്നെ ഞങ്ങളെ ആർ കാണുന്നു, ഇത് ആര് കാണാനാണ്, ഞങ്ങളെ രാത്രിയുടെ മറവിലാണ് ചെയ്യുന്നത്, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ ഇതൊക്കെയും ഇതെന്തൊരു മുറിവ് എന്നവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം, ഇത് ദൈവം അറിയുന്നില്ല, ദൈവം അറിയാതെ ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ടാണ് ഈ ഉപയോഗിക്കുന്നത് ദൈവം അറിയുന്നത്. ദൈവം എങ്ങനെ അറിയുന്നു? ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായവിധിക്കുമോ? കൂരിരുട്ടിൽ അവൻ അറിയുമോ? ഈ അന്ധകാരത്തിൻ്റെ മറവിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അറിയുമോ? ആര് കാണാനാണ്? ഒരുപക്ഷെ മനുഷ്യരെ കാണാൻ നമുക്ക് പലതും ചെയ്യുന്നു വരാം. എന്നാൽ ദൈവത്തെ മറന്ന് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് നാം തിരുവനന്തപുരത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തിരുവനന്തപുരം നമ്മൾ പഠിക്കുമ്പോൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സദൃശവാക്യങ്ങൾ 15-ൽ 3-ാമത്തെ വാക്യം നമ്മോട് പറയുന്നു: യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായൊരു കാര്യമാണ്, യഥാർത്ഥമായ കാര്യമാണ്. ദൈവം നമ്മോട് പറയും, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്, അവനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, സകലയിടത്തും ദൈവത്തിൻ്റെ കണ്ണുണ്ട് എന്നുള്ളത് നാം മറന്നുപോയി. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം എല്ലായിടത്തും തൻ്റെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. എബ്രായർ 4:13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. യഹോവയ്ക്ക് മറവായിരിക്കുന്ന ഒന്നുമില്ല, ഒരു സൃഷ്ടിയുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ നഗ്നവും മലർന്നവുമായെന്ന് പറഞ്ഞാൽ സർവ്വവും ദൈവത്തിന് മുൻപാകെ വെളിവായി കിടക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. ഒരു കാലം നമുക്ക് ദൈവത്തെ മറച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കണ്ണ് എല്ലായിടവുമുണ്ട്, എല്ലായിടം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എല്ലായിടും. ഇതിന് നമ്മൾ പറയുന്നത് ഈ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരെയും കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളത് നാം മറന്നു പോകരുത്. വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനം 33:13 വാക്യം നമ്മൾ പറയുന്നത്: യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു, എല്ലാവരെയും ദൈവം കാണുന്നു. അപ്പോൾ ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നും സാധ്യമല്ല എന്നുള്ളത് നാം ഓർക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇരുട്ടത്ത് ചെയ്യുന്ന വെളിച്ചത്ത് വരികയില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവത്തിനെല്ലാം നഗ്നവും മലർന്നുമാണ്, ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, ദൈവം എല്ലാം കാണുന്നു, അറിയുന്നു എന്നുള്ളത് നാം യഹോവ എങ്ങനെ കാണുന്നു, അവൻ എങ്ങനെ കാണാനാണ്, അവന് കണ്ണുണ്ടോ എന്നുള്ള ചിന്താഗതിയുള്ള മനുഷ്യരും ധാരാളം പേരുണ്ട്. അതും ദൈവം അറിയുന്നില്ല, ദൈവം അറിയുകയില്ല എന്ന് ചിന്തിക്കുന്നവരും ധാരാളം പേരുണ്ട്. സങ്കീർത്തനങ്ങൾ 90-ൽ 8-ാമത്തെ വാക്യം: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നിന്ന് മറച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. രഹസ്യമായി ചെയ്യുന്നത് പരസ്യമായി തീരും എന്നുള്ളതിന്
യാതൊരു സംശയവുമില്ല. എല്ലാം ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന് നാം ഈ പ്രത്യേകം ഓർമ്മിക്കുന്നു. രണ്ടാമത് പറയുന്നത് അവൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിലുണ്ട്. യോബ് 34:21 വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേലുണ്ട്, അവനിന്മേലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ നോട്ടം നമ്മുടെ എല്ലാ വഴികളിലുമുണ്ട്. ഒരു വഴിയിൽ നിന്നും നമുക്ക് മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ എല്ലാ വഴികളും, നമ്മുടെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ ചെയ്തികളിലും, നമ്മുടെ എല്ലാ ജീവിത രീതികളിലും എല്ലാം ദൈവത്തിൻ്റെ കണ്ണ് ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. നമ്മുടെ ഒരു നടപ്പ് എല്ലാം ദൈവം കാണുന്നു. അതിൽ നിന്ന് ഒരു കാലത്തും നമുക്ക് മറിഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മുഖത്ത് നമ്മെ മറയ്ക്കുവാൻ സാധ്യമല്ല എന്നും തിരുവനന്തപുരം. മൂന്നാമത് അവരുടെ രഹസ്യഭാവങ്ങൾ അവൻ്റെ മുഖപ്രകാശത്തിൽ ആയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 90:8 വാക്യം പറയുന്നത് അവൻ്റെ രഹസ്യങ്ങളൊക്കെ അവൻ്റെ മുഖപ്രകാശത്തിലാണ്. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് രഹസ്യമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, എല്ലാം ദൈവം കാണുന്നു എന്ന് നാം മനസ്സിലാക്കണം. അടുത്തത് നാലാമത് അവൻ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്നു. സങ്കീർത്തനം 44:21 വാക്യം വായിക്കുന്നത് ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. അപ്പം ദൈവം എല്ലാം ശോധന ചെയ്ത് അറിയുന്നവനാണ്. നമ്മോട് ദൈവം പറയുന്നത് നീ എല്ലാറ്റിനെയും ശോധന ചെയ്യുക, നല്ലതിനെ മുറിയെ പിടിക്കുക എന്നാണ്. അപ്പോൾ നല്ലത് ചെയ്യുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അതുതന്നെയാണ്. നിൻ്റെ ദുഷ്ടൻ്റെ വഴികളെല്ലാം വിട്ടുതിരിഞ്ഞ് അവൻ രക്ഷയിലേക്ക് കടന്നു വരണം. അവൻ മരിക്കേണ്ടവനല്ല, എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടവരാണ്. ദുഷ്ടതയിൽ മരിച്ചു പോകുന്ന എല്ലാ ദൈവത്തിന് ഹിതം എന്ന് നാം മുൻപ് കണ്ടുവല്ലോ. അപ്പം അങ്ങനെ ദൈവം തൻ്റെ മനുഷ്യരുടെ രഹസ്യവചനങ്ങളൊക്കെയും ദൈവം അറിയുന്നു. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. എല്ലാ രഹസ്യങ്ങളും, നമ്മുടെ ഹൃദയത്തെ ചിന്തകളെല്ലാം, നമ്മുടെ മനോമുഖത്തിൽ ഉടലെടുക്കുന്ന സകല ചിന്തകളും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തെ മറച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും വചനം ഓർപ്പിക്കുന്നു. അഞ്ചാമത് ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കണം. റോമാലേഖനം 2:16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം നമ്മെ ന്യായം വിധിക്കും. ഓരോ മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കുന്നവരാണ്. ദൈവം അത് മനസ്സിലാക്കിയതിന് ശേഷം ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമ്പോൾ ആ ശോധന ചെയ്ത് ഇറങ്ങിയതിന് ശേഷം മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. ന്യായവിധി നമ്മൾ യോഗ്യരായി തീരും. ആ വിധത്തിലായി തീരുവാനാണ് നമ്മെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതിൽ നിന്ന് വേർതിരിയുവാനാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം സകല രഹസ്യങ്ങൾ, മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക്, യേശുക്രിസ്തുവാണ് നമ്മുടെ ന്യായാധിപതി. ആ യേശുക്രിസ്തു മുഖാന്തരം തൻ്റെ വചനപ്രകാരം ജീവിക്കാത്തവരെ ഒക്കെയും ദൈവം ന്യായവിധിക്ക് വിധേയരാക്കി തീർക്കും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇനിയും ഒന്ന് സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് തിരുവചനം പഠിക്കുന്നു. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലടങ്ങിയിരിക്കുന്ന സകല രഹസ്യങ്ങളും നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും, നാം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം കാണുകയും ചെയ്യുന്നു. അതെല്ലാം സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നു. അപ്പോൾ കർത്താവ് ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരുവാനാണ് വരുന്നത്. അപ്പോൾ ന്യായവിധിയിൽ നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാം ഒരു കാലത്തും ദൈവഭാഗത്ത് നിന്ന് അകന്നുപോയി ശിക്ഷയ്ക്ക് യോഗ്യരായി, നിത്യനാശത്തിന് യോഗ്യരായി തീരുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ദൈവം നമ്മുടെ രഹസ്യഭാവങ്ങളെ പോലും അറിയുന്നതാണ്. നമ്മുടെ രഹസ്യമായ ചിന്താഗതികളെ, നമ്മുടെ പ്രവൃത്തികളെ, നാം മറ്റുള്ളവർ കാണാതെ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് നാം മറന്നു. ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതെല്ലാം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ന്യായവിസ്താരത്തിൽ ദൈവം കൊണ്ടുവരും, അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇനി ഒന്ന്, തന്നിൽ ആശ്രയിക്കുന്നവരെ താൻ അറിയുന്നു. നെഹമ്യാ പ്രവചനം 1-7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. ദൈവം അറിയുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഗോഡ് നോസ് അസ്. ദൈവം നമ്മെ അറിയുന്നു. നാം ദൈവത്തെ അറിയണം. ഗലാത്യ ലേഖനം നാം വായിക്കുന്നത് വിശേഷാൽ നിങ്ങൾ ദൈവത്തെ അറിയുകയും നിങ്ങളെ ദൈവം അറിയുകയും ചെയ്തിരിക്കയാൽ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ അറിഞ്ഞിരിക്കയാൽ നാം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളത് നമുക്ക്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാണ്, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. കഷ്ടദിവസം, നമ്മുടെ പ്രയാസ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമ്മോട് ചേർന്നിരിക്കുന്നു. നമ്മോടൊപ്പം
സഹതപിക്കാൻ കഴിയുള്ള, ദുഃഖത്തിൽ പങ്കുചേരാൻ കഴിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം എന്നോട് പറയും, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ്. അപ്പോൾ എല്ലാ നാളും നമ്മുടെ കൂടെയുള്ള കർത്താവ് നമ്മെ അറിയുന്നു. അവങ്കിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. 2 തിമോഥെയോസ് ലേഖനം 2-19 വാക്യം വായിക്കണം. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അറിയും, കർത്താവ് നമ്മെ അറിയുന്നു. നാം കർത്താവിനെ അറിയുകയും അവൻ നമ്മെ അറിയുകയും ചെയ്യുന്നു. നാം അവനെ അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മെ അറിയുന്ന പോലെ നാം അവനെയും അറിയുന്നു. അവനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി ജീവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലെത്തുവാൻ സാധ്യമല്ല. വാതിലാകുന്ന കർത്താവിലൂടെ അകത്ത് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് അനുകൂല സാഹചര്യം ഉള്ളപ്പോൾ, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കി തള്ളിക്കളയരുത് എന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം എങ്ങനെ അറിയുന്നു, ദൈവം അറിയുന്നില്ല എന്ന ചിന്തയോടുകൂടി അലക്ഷ്യമായി ജീവിക്കുവാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. നമ്മെക്കാൾ ഉന്നതനായ ദൈവം നമ്മെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. സകല മനുഷ്യരെയും കാണുന്ന ഒരു ദൈവം, സകല പ്രവൃത്തികളെയും കാണുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവം. ആദ്യം മുൻപാകെ നമുക്ക് അവനെ മറച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവിടുത്തെ കൽപ്പനകനുസൃതമായി ജീവിച്ച് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഈ നാളിൽ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരു കാലത്ത് വിസ്മരിച്ചു പോകരുത്. ദൈവം എല്ലായ്പ്പോഴും നമ്മെ കാണുകയും നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മൾ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു, തന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അവൻ സംരക്ഷിക്കുന്നു. അവർക്ക് രക്ഷാകവചം ഒരുക്കി ഏത് പ്രതിസന്ധിയിലും അവന് സംരക്ഷിക്കാൻ കഴിവുള്ള ദൈവം നമുക്ക് സ്വന്തമായുണ്ട്. ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് മുമ്പോട്ട് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ദൈവമേ, അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഇടിങ്ങൾ വീണ്ടും ദിവസത്തിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ മഹനീയമായ വചനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അവിടെ സ്ഥിരക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, എന്തറിയുന്നു എന്ന് യോബിനോട് ചോദിച്ചവനായ ദൈവം ഇന്ന് ഞങ്ങൾക്കൊണ്ട് ജീവിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. യഹോവ മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു എന്ന് അടികളെ കൽപ്പിച്ച് ഉറപ്പിക്കായ സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം തൻ്റെ കീഴിലുള്ള സകലത്തെയും സകല സൃഷ്ടികളെയും ജീവജാലങ്ങളെയും ഒക്കെ അവിടുന്ന് കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ്. ഞങ്ങളെ അവിടുന്ന് കാണുകയും അറിയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനായ ദൈവമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ വിശ്വസ്തയോടെ ജീവിക്കുവാനും ദൈവഭയവും യേശുക്രിസ്തുവിന്റെ വിശ്വാസവും സൂക്ഷിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നിലനിൽപ്പാനും അവിടെ ഇടയാക്കുമാറാകണമേ. വചനം കേട്ട എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വീണ്ടും കാണുമ്പോൾ അവിടുത്തെ കൃപയിൽ ഇടിങ്ങളെ കാത്തുകൊള്ളണമേ. സകലവിധം മാനും മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. ഞങ്ങൾക്കായി വീണ്ടും വരുന്ന രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ ഇടിങ്ങളെ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.